ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഈ വീഡിയോയുടെ ഉദ്ദേശം നമുക്ക് ഒരു മത്സരം നടത്തിയിരുന്നു. യൂട്യൂബിലല്ല, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൽ നടത്തിയ മത്സരത്തിൻ്റെ ഒരു ഫലപ്രഖ്യാപനം എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. 2 ദിവസം മുന്നേ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്ന ഒരു യെല്ലോ റോസിൻ്റെ കുറച്ച് വെറൈറ്റികൾ കാണിച്ചിട്ടിരുന്ന ഒരു ഷോർട്ട് വീഡിയോയിൽ എത്ര വെറൈറ്റി യെല്ലോ റോസസ് ആണ് ഉള്ളത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അതൊരു മത്സരമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അതിൽ നിന്നും ശരി ഉത്തരം ടൈപ്പ് ചെയ്ത് വിട്ട ഒരു 20 പേരാണ് നമുക്ക് കിട്ടിയത്. ആ 20 പേരിൽ നിന്നും ഒരാൾക്ക് ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ആളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു യൂട്യൂബ് വീഡിയോയിൽ നിന്നാണ് നമുക്ക് യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിലായിരുന്നു നമുക്ക് മത്സരമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കമൻറ്റ് പിക്കർ വഴിയിട്ട് ഒരാളെ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ഗ്രൂപ്പിൽ നടന്നൊരു മത്സരമായതുകൊണ്ട് നമ്മളത് നറുക്കെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നറുക്കെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതി ഓരോരോ നമ്പറായിട്ട്, അതായത് നമ്മൾ ഈ 20 പേർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നമ്പർ 1 തൊട്ട് 20 വരെ ചെറിയൊരു പേപ്പറിൽ എഴുതിയിട്ട് മടക്കി ഒരു ബൗളിലേക്ക് ഇട്ട് അതിൽ നിന്നും ഒരാളെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് മടക്കി ഇടുന്നത് എൻ്റെ മോനും അത് എടുക്കുന്നത് എൻ്റെ മോളുമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പിങ് കാണാം. ഇങ്ങനെ ചെറിയ പേപ്പറിലാക്കിയിട്ട് 20 വരെ എഴുതുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഓരോ നമ്പറും ഓരോരുത്തർക്കും നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. സീരിയൽ നമ്പറായിട്ട് എഴുതിയിട്ട് അവർ നമ്പർ ഓർത്ത് വയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഓരോ നമ്പർ എടുത്തിടുന്നത് ഫുള്ളായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് വരുമ്പോൾ വേഗം കാണണമെന്നുള്ളവർ, ഇത് നമ്മൾ ഫുള്ള് ഇടണം എന്നുള്ളത് കൊണ്ടാണ്, ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് ഒന്നും വരരുത് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ വന്നാൽ അതിനകത്തൊരു വിശ്വാസ്യത ഇല്ലാത്തത് ഒരാൾക്ക് പോലും അങ്ങനെ തോന്നാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതൊരൊറ്റ വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വരുമ്പോൾ സ്പീഡ് കൂട്ടി, അതായത് വീഡിയോയുടെ സ്പീഡ് കൂട്ടി കണ്ടാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് കഴിഞ്ഞു പോകും. അതല്ല, ഓരോ നമ്പറും മടക്കിയിടുന്നത് കാണണമെന്നുള്ളവർക്ക് കാണാം.
അങ്ങനെ 20 എണ്ണവും അവനതിലേക്ക് മടക്കി ഒരു ബൗളിലേക്ക് അവനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് നറുക്കെടുക്കുന്ന ആളെ വിളിക്കാം. അത് ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് ഒരു ഐഡിയ ഇല്ല. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കണം, മോള് കണ്ണടച്ചെടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കണ്ണടച്ച് എടുത്തത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വീണ്ടും തിരിച്ച് അതിലേക്ക് തന്നെ ഇടുകയാണ് ഉണ്ടായത്. അപ്പോൾ വീണ്ടും അതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആൾ ഇഷ്ടമല്ലാതെ, അതായത് ആദ്യം എടുത്തിട്ട് ഇഷ്ടമല്ലാതെ തിരിച്ചിട്ട സെയിം നമ്പർ തന്നെയാണ് അടുത്തതും എടുത്തത്. അതായത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ട അതേ നമ്പർ തന്നെയാണ് ആൾ വീണ്ടും എടുത്തത്. ആ നമ്പർ ഏതാണെന്ന് നമുക്ക് കാണാം. അത് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി എടുപ്പിക്കുകയാണ്. ആൾക്ക് അതെല്ലാം വാരി എടുക്കണം എന്നുണ്ട്. ആളെടുത്തിട്ട് വീണ്ടും എടുത്ത നമ്പർ ഇത് തന്നെയാണ്, 7 ആണ്. നമ്മുടെ ഗ്രൂപ്പിലെ സീനിയർ സിറ്റിസൺസിൽ ഒരാളാണ് നമ്മുടെ ലളിതാമ്മ. ലളിതാമ്മ നമ്മുടെ ഗ്രൂപ്പിൽ കുറേ ആയിട്ട് ഉള്ള ആളാണ്. വളരെ ഇഷ്ടത്തോടു കൂടി ചെടികളോടും പൂക്കളോടുമുള്ള ഒരുപാട് ഇഷ്ടത്തോടു കൂടി നിൽക്കുന്ന ഒരുപാട് പേരിൽ ഒരാളാണ്. അപ്പോൾ അവർക്കെല്ലാം നമ്മുടെ ഗ്രൂപ്പ് ഒരുപാടധികം ഇഷ്ടമാണെന്ന് ഇടയ്ക്കിടെ എന്നോട് പറയാറുണ്ട്. എല്ലാവരും വന്ന് പറയാറുണ്ട്, ഹാദി ഞങ്ങളിപ്പോൾ ഈ അലാം വെച്ചാൽ വേഗം തന്നെ ഞങ്ങൾ ഉണരും. കാരണം നമ്മുടെ ഗ്രൂപ്പിലെ പിക്ക് ഓഫ് ദി ഡേയും മറ്റ് കാര്യങ്ങളും പൂക്കളും ഈ അടീനിയങ്ങളും മറ്റ് എല്ലാ പ്ലാന്റ്സും നമ്മൾ ഇടാറുണ്ട്. എല്ലാ പൂക്കളും എല്ലാവരും ഇടാറുണ്ട്. ഒരു ദിവസം ഒരു പിക്ചറാണ് ഇടാറുള്ളത്. അപ്പോൾ അതെല്ലാം കാണാനുള്ള ഒരു ആക്രാന്തത്തിൽ നമുക്കിപ്പോൾ അലാമിൻ്റെ പോലും ആവശ്യമില്ലെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. അത്രയധികം പൂക്കളെയും ചെടികളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഒരുപാട് പേര് എനിക്കിപ്പോൾ കൂട്ടുകാരായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ വിജയിച്ച് നമ്മുടെ സമ്മാനത്തിന് അർഹയായിരിക്കുന്ന ലളിതാമ്മയ്ക്ക് ഒരുപാട് ആശംസകൾ നേരുന്നു. ആയുരാരോഗ്യം നേരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.